കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളുടെ വീഡിയോ എവിടെ എന്നുള്ളത് പലരും ചോദിച്ചിരുന്നു. ഇത്രയും വൈകാൻ കാരണം അറിയാലോ, ബ്ലാസ്റ്റേഴ്സിന്റെ ആരൊക്കെയാണ് 6 പ്ലേയേഴ്സ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്താത്തത് കൊണ്ടാണ്. ഇനി ഹൈദരാബാദ് FC-യുടെയും കൂടിയാണ് ചെയ്യാനുള്ളത്. അത് നമുക്ക് പയ്യെ ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല. അവർക്ക് ഫസ്റ്റ് മാച്ച് വീക്കിൽ മത്സരങ്ങളില്ല, അപ്പം സമയം ഉണ്ടാകും ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചെയ്യാനായിട്ട്. എനിവേ, നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ വരുമ്പോഴത്തേക്കും കഴിഞ്ഞ സീസണിൽ നിന്ന് 3 താരങ്ങളെയാണ് റീറ്റേൺ ചെയ്തിട്ടുള്ളത്. 3 താരങ്ങളെ പുതുതായിട്ട് എത്തിക്കുന്നു. കഴിഞ്ഞ സീസണിൽ വെച്ച് നോക്കുമ്പോൾ ഈ സീസണിൽ ബെറ്റർ ആയോ ഫോറിൻ സ്ക്വാഡ് എന്ന നിലയിൽ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ നിന്ന് എന്ത് ചേഞ്ചസ് ഒക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടത്. ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ചില ഇപ്പം ബെറ്റർ ആയിട്ടുള്ള ഇപ്പം AFC കോട്ടയൊക്കെ എടുത്ത് കളഞ്ഞത് കൊണ്ടുള്ള ഒരു ചേഞ്ച് അവിടേക്ക് നമുക്ക് ഏഷ്യൻ പ്ലെയർ നിർബന്ധം ഇല്ലാതെ തന്നെ ഒരു പ്ലെയറാക്കി എത്തിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ലാസ്റ്റ് സീസണിൻ്റെ തുടക്കത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ചില പ്ലെയേഴ്സിന് ഇഞ്ചേർഡ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ലെസ്കോവിച്ച് ഇഞ്ചേർഡ് ആയിരുന്നു. ജോഷുവ സൊട്ടീരോ ഓൾറെഡി ഇഞ്ചേർഡായിട്ട് റൂൾഡ് ഔട്ടായി തന്നെ പോയി, പകരം പ്ലെയറെ എത്തിച്ചു സക്കായിനെ. അതുപോലെ ദിമിയും സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇഞ്ചേർഡായിട്ടൊക്കെ നിൽക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള അറിയാം. ഇത്തവണ സോഫാർ എല്ലാവരും ഫിറ്റാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജെസൂസ് സിമിനസ് ഇതേവരെ എത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. എനിവേ, നമുക്ക് ഡിഫൻസിൽ നിന്ന് തന്നെ തുടങ്ങാം. അലക്സാണ്ട്രെ കൊയ്ഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് സെൻറ്റർ ബാക്ക്, 32-year-old പ്ലെയർ, മുൻ ഫ്രാൻസിൻ്റെ അണ്ടർ 23 ടീമിൻ്റെയൊക്കെ ഭാഗമായിരുന്നു. അദ്ദേഹം കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് ലീഗ് 2-ലാണ്. ലീഗ് 1-ൽ കളിച്ചിട്ടുണ്ട്, ലാ ലീഗിൽ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞാൽ ലീഗ് 2-ൽ നിന്നാണ് താരം എത്തുന്നത്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പം ചില ഗ്ലിംസസ് നമ്മൾ ഡ്യൂറൻ കപ്പിൽ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഒരു പെർഫോമൻസിൻ്റെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നല്ലൊരു ബോൾ പ്ലേയിങ് ആണ്. അതുപോലെ ഒരു ക്രിയേറ്റീവ് ആസ്പെക്റ്റ് ഉണ്ട്, വേഴ്സറ്റൈലാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. സെൻട്രൽ ബാക്കിന് പുറമെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ, റൈറ്റ് ബാക്ക് പൊസിഷൻസിലൊക്കെ അവർ കളിക്കാൻ കേപ്പബിലിറ്റി ഉള്ളൊരു താരം തന്നെയാണ് അദ്ദേഹം എന്നുള്ളതാണ്. മറ്റൊരു സെൻട്രൽ ബാക്കായിട്ടുള്ളത് നമ്മൾ നിലനിർത്തിയിട്ടുള്ള താരമായിട്ടുള്ള മിലോസ് ടുഞ്ചിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള മോണ്ടിനീഗ്രൻ താരമാണ്. 25 വയസ്സുകാരനായിട്ടുള്ള സെൻട്രൽ ബാക്ക്. ലാസ്റ്റ് സീസണിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ലെസ്കോവിച്ചിൻ്റെ ഒരു ബാക്കപ്പ് ഓപ്ഷൻ എന്ന നിലയിലാണ്. പക്ഷേ ലെസ്കോവിച്ചിന് ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ നേരിട്ടത് കൊണ്ട് തന്നെ അദ്ദേഹം ഏതാണ്ട് ഏറെക്കുറെ മത്സരങ്ങളെ കളിച്ചു. ഫസ്റ്റ് ഫേസ് ഓഫ് ISL അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് കളിച്ചത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചില പോസിറ്റീവ്സ് ഉണ്ട്, അതുപോലെ തന്നെ ചില വീക്ക്നെസ്സസും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഡ്യൂറൻ കപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നല്ല മാച്ചസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് BFCക്കെതിരെയുള്ളൊരു മാച്ച് എന്നാൽ മോശം പെർഫോമൻസ് നടത്തിയിട്ടുള്ള മത്സരങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് പറഞ്ഞ പോലെ ഒരു ഈ സീസണിലും മെയിനായിട്ട് വരുന്നത് കൊയ്ഫ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് മിഡ്ഫീൽഡിലേക്ക് വരാം. ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ ആണ് അവിടെ ഉള്ളത്. ഒരേ ഒരു മിഡ്ഫീൽഡർ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു പറയാൻ പറ്റുന്ന താരമാണ്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിക്കുന്ന താരം. സോ അദ്ദേഹം നമുക്കറിയാം KBFCക്ക് വേണ്ടി തന്നെ ഏതാണ്ട് 61 മത്സരങ്ങൾ, 15 ഗോൾ, 20 അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ലെജൻഡറി സ്റ്റാറ്റസ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉള്ള ഒരു താരമാണ്. ഇപ്പോൾ പലർക്കും സംശയം അദ്ദേഹം ഒന്ന് ഫോം ഔട്ട് ആയോ, ഡിപ്പായോ ഇഞ്ചുറിക്ക് ശേഷം എന്നുള്ളതൊക്കെയാണ്. അങ്ങനത്തെ പറയുന്ന സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിന് ഡ്യൂറൻ കപ്പിൽ 4 മാച്ച് 2 അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ സ്റ്റാറയുടെ ആ സിസ്റ്റത്തിൽ ഫിറ്റ് ആകേണ്ടതുണ്ട്. അവിടെ അദ്ദേഹം ഫിറ്റാകാൻ സാധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒരു ഹൈ ലെവൽ പെർഫോമൻസ് നമ്മൾ സാധാരണ കാണുന്ന പോലെ തന്നെ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ സീസണിൽ എത്തിക്കുന്ന ഒരു കിഡിലൻ സൈനിങ് ആണ് നോവ സദോയി എന്ന് പറഞ്ഞിട്ടുള്ള ഗോവയിൽ നിന്ന് എത്തിക്കുന്ന വിങ്ങറായിട്ടുള്ള താരം. അദ്ദേഹം ബേസിക്കലി ലെഫ്റ്റ് വിങ്ങറാണ്, എന്നാൽ സെൻട്രൽ ഫോർവേഡിൽ കളിക്കാൻ കഴിവുള്ള താരമാണ്. ഗോൾ കോൺട്രിബ്യൂഷൻ നന്നായിട്ട് കൊടുക്കാൻ കഴിയുന്ന താരമാണ്. സോ അദ്ദേഹത്തിൻ്റെ ഒരു ISL തന്നെ നോക്കിയാൽ ഗോവയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ 54 മത്സരങ്ങൾ, 29 ഗോളും 16 അസിസ്റ്റും. ഇറ്റ്സ് എ ഗ്രേറ്റ് സ്റ്റാറ്റ് എന്ന് തന്നെ പറയാം. ഇപ്പം ഡ്യൂറൻ കപ്പിൽ അദ്ദേഹം കളിച്ചു 4 മാച്ചിൽ 6 ഗോളും 2 അസിസ്റ്റുമാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു. 8 ഗോൾ കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിന് നൽകി 4 മാച്ചിന്. അതായത് എവറി മാച്ച് 2 ഗോൾ കോൺട്രിബ്യൂഷനൊക്കെ നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റ് അദ്ദേഹത്തിന് ISL നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു തീപ്പൊരി പ്രകടനം തന്നെ ഉറപ്പായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി ക്വാമി പെപ്രയാണ് അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിലുള്ളത്. ലാസ്റ്റ് സീസണിൽ നിന്ന് നിലനിർത്തിയിട്ടുള്ള ഒരു താരമാണ്. അദ്ദേഹം ഡ്യൂറൻ കപ്പിൽ നന്നായിട്ട് കളിച്ചിരുന്നു. 4 മാച്ചിൽ നിന്ന് 4 ഗോൾ, 4 അസിസ്റ്റ്, 8 ഗോൾ കോൺട്രിബ്യൂഷൻ തന്നെ. പക്ഷേ അദ്ദേഹം ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, കഴിഞ്ഞ ISL നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മറ്റ് ചില ഒരു ആട്രിബ്യൂട്ട്സ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഏരിയയിലുള്ള കഴിവ്, അദ്ദേഹത്തിൻ്റെ ഷീൽഡിങ് വർക്ക് റേറ്റ് ഒക്കെ എടുത്ത് പറയാം. പക്ഷേ ഗോൾ സ്കോറിംഗ് ഒക്കെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഡ്യൂറൻ കപ്പിൽ അദ്ദേഹം നന്നായിട്ടൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പം അതേപോലെ അദ്ദേഹത്തിന് ISLലും സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമായിട്ട് തന്നെയാണ് KBFCയുടെ നിലയിൽ പറയേണ്ടത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ദിമിയുടെ പകരക്കാരൻ എന്ന നിലയിൽ എത്തിക്കുന്ന പ്ലെയർ ജീസസ് ജൂമിനസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പാനിഷ് സെൻട്രൽ ഫോർവേഡാണ്.
30 വയസ്സുകാരനായിട്ടുള്ള താരം. സ്റ്റിൽ അദ്ദേഹം ജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ വീഡിയോ ചെയ്യുന്നത് വരെ. സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ ഒരു ഫസ്റ്റ് ചോയ്സ് സെൻറ്റർ ഫോർവേഡാണുള്ള ഒരു താരം അദ്ദേഹം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സ്പാനിഷ് തേർഡ് കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ MLS, പോളിഷ് ലീഗ്, ഏറ്റവും ഒടുവിൽ ഗ്രീസ് ലീഗ്, അവിടെ നിന്നാണ് അദ്ദേഹം ISLലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. സോ ISL എങ്ങനെ താളം കണ്ടെത്തുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നോക്കി കാണേണ്ട കാര്യം തന്നെ. ലാസ്റ്റ് സീസണിൽ നിന്ന് ഈ സീസണിലേക്ക് നമ്മൾ നോക്കി കഴിയുന്നൊരു സമയത്ത് എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് സീസണിനേക്കാൾ കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോറിൻ സ്ക്വാഡ് ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ റീസൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സക്കായി പോയി, സക്കായിയുടെ ആ ഒരു റോൾ അല്ലെങ്കിൽ വിങ്ങർ എന്ന നിലയിൽ ആണ് നോവ വരുന്നത്. അപ്പം സോ അത് എന്താണെങ്കിലും ഒരു അപ്ഗ്രേഡ് തന്നെയാണല്ലോ. പിന്നെ ദിമ്മിയെ പോലെ ഒരു പെർഫോമൻസ് ഹിമിനസിന് കളിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. പിന്നെ കൊയ്ഫ്, ഇപ്പം ലെസ്കോവിച്ച് കൊയ്ഫ് ഒരു കമ്പാരിസൺ നടത്താനുള്ള സമയം ഇപ്പോഴും ആയിട്ടില്ല. അദ്ദേഹം എങ്ങനെ ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നോക്കി കാണേണ്ടതുണ്ട്. സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് പറയാം. പിന്നെ സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് കുറച്ച് ഡൗട്ട്ഫുൾ ആണ്. അത് സീസൺ തുടങ്ങിയതിന് ശേഷം നമുക്ക് അതിലൊരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ് തോന്നുന്നത്. ഇനി നമുക്ക് ഓരോ പൊസിഷൻ തിരിച്ച് നോക്കുന്ന ഒരു സമയത്ത് ഡിഫൻസ് ഗുഡ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മിഡ്ഫീൽഡ് ഒരു എബോ ആവറേജ് ഫീലാണ് എനിക്ക് നൽകുന്നത്. കാരണം ഒരു അവിടെയാണ് ആ സ്റ്റെബിലിറ്റി പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ആകെ എഡ്രിയൻ ലൂണ മാത്രമാണുള്ളത്. അറ്റാക്കിലേക്ക് വരുമ്പോഴത്തേക്കും വെരി ഗുഡ് എന്ന് പറയുന്നൊരു ഫീലിങ്സ് ആണ് ഉള്ളത്. ഇനി ഇതിലൊരു പൊട്ടൻഷ്യൽ ഫോർ പ്ലേയേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോമി അലക്സാണ്ടർ കോയ്ഫ്, മിഡ്ഫീൽഡിൽ എഡ്രിയൻ ലൂണ, നോവ സദോയി ആൻഡ് ജീസസ് ജിമിനസ് എന്നീ താരങ്ങൾ ആണ്. പക്ഷേ ആദ്യ മത്സരങ്ങളിലൊക്കെ ചില ചേഞ്ചസ് ഉണ്ടാകും. ചിലപ്പോൾ പെപ്ര കളിച്ചേക്കാം, അല്ലെങ്കിൽ മിലോസ് കളിച്ചേക്കാം, അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഞാൻ ഈ സ്ക്വാഡിൻ്റെ മൊത്തത്തിലൊരു 4 പ്ലേയേഴ്സിനെ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ അത് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ബെസ്റ്റ് പ്ലേയേഴ്സ് അതായത് പൊസിഷനിലേക്ക് വരുന്ന ഒരു സമയത്ത്. എന്താണെങ്കിലും നമുക്കിനി നെക്സ്റ്റ് ഡേയ്സിൽ ഓരോ ടീമിൻ്റെയും മൊത്തത്തിലുള്ളൊരു സ്ക്വാഡും അവരുടെ പൊട്ടൻഷ്യലിലാണ് നമുക്ക് സംസാരിക്കാം. അതുപോലെ KBFCയുടെ എസ്പെഷ്യലി നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന ഓരോ പൊസിഷൻ തിരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടി സനി.